നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യം 80ാം ദിന ആഘോഷം വേളയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴും കുത്തിത്തിരിപ്പുകാർ തപ്പിക്ക നടക്കുന്നത് ആരൊക്കെ വന്ദേമാതരം പാടി, ആരൊക്കെ വന്ദേമാതരം പാടിയില്ല, ആർക്കൊക്കെ തൻ്റെ ഇടമുണ്ടായിരുന്നു പാടാൻ, ആരൊക്കെ പേപ്പർ നോക്കി പാടി, ആരൊക്കെ ചുണ്ടു മാത്രം അനക്കി എന്നൊക്കെയുള്ള ചർച്ചയാണ്. ഇങ്ങ് കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ് ഒരല്പം കുത്തിത്തിരിപ്പ് കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. വന്ദേമാതരം പാടിയവർ അത് പേപ്പർ നോക്കി പാടി എന്നാണ് മറ്റൊരു ചാനലിന്റെ വലിയ ഒരു വാർത്ത ഇപ്പോഴത്തെ അല്പസമയം മുൻപുള്ള. ജനം ടി വി ആണെങ്കിൽ വന്ദേമാതരം ഉപേക്ഷിച്ചവരെ അല്ലെങ്കിൽ ബഹിഷ്കരിച്ചവരുടെ പരിപാടി തന്നെ ചിത്രീകരിക്കില്ല, അത് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ ഈ പാസിംഗ് ഔട്ട് പരേഡും അതുപോലെ തന്നെ ഈ കൊടി ഉയർത്തലൊന്നും തന്നെ കാണിക്കുകയും ചെയ്തില്ല. അങ്ങനെയാണ് വന്ദേമാതരം ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഓർക്കേണ്ടത്, വന്ദേമാതരം എന്ന് പറയുന്ന ഈ ഒരു ഗീതം അതൊരിക്കലും ഒരു പാർട്ടിയുടെയോ ഗീതമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. രാജ്യത്തിൻ്റെ ദേശഭക്തിയിൽ ഉണർന്ന ഒരു ഗീതമാണ് വന്ദേമാതരം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്ദേമാതരം ആലപിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ അതുണ്ടായിരുന്നില്ല. കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ കുറച്ച് പ്രവർത്തകർ അത് ആലപിക്കാനായി പോയപ്പോൾ കുറച്ചധികം കൗൺസിലർമാർ അത് ആലപിക്കാതെയും ഇരുന്നു. ഏതായാലും 80ാം സ്വാതന്ത്ര്യദിന ആഘോഷ വേളയിൽ വന്ദേമാതരം ആലപത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അങ്ങനെ മുറുകുകയാണ്. സ്വാതന്ത്ര്യദിന ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം ഉൾപ്പെടുത്തുമെന്നുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉയർന്നത്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളും തമ്മിൽ തർക്കം രൂക്ഷമായിരുന്നു. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് നേരത്തെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വന്ദേമാതരം ആലപിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ചടങ്ങിൽ നിന്നും വന്ദേമാതരത്തെ ഒഴിവാക്കി എന്നുള്ളതാണ്. അതേസമയം കോഴിക്കോട് കോർപ്പറേഷനിൽ കൗൺസിലർമാർ തമ്മിൽ ആലാപനത്തെ ചൊല്ലി പരസ്യമായ തർക്കവും ഉണ്ടായി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാനതല സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിലാണ് സംസ്ഥാന സർക്കാർ വന്ദേമാതരം ഒഴിവാക്കിയത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുത്ത ചടങ്ങിൽ പതാക ഉയർത്തലിന് ശേഷം ദേശീയഗാനം മാത്രമാണ് ആലപിച്ചത്. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും ദേശീയഗാനം മാത്രം മതി എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ ഇതിനും വിപരീതമായി തിരുവനന്തപുരം നഗരസഭയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ വന്ദേമാതരം ഔദ്യോഗികമായി തന്നെ ആലപിച്ചു. രാജ്യത്തെ ജനങ്ങൾ വലിയൊരു പുതിയ മുന്നേറ്റം ആരംഭിച്ചിരിക്കുകയാണെന്നും നഗരസഭ ഏറെ പ്രതീക്ഷ നൽകിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുമാണ് പതാക ഉയർത്തിയ ശേഷം മേയർ വി രാജേഷ് പറഞ്ഞത്. അതേസമയം കോഴിക്കോട് കോർപ്പറേഷൻ ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ വന്ദേമാതരം ചൊല്ലുന്നതിനെ ചൊല്ലിയുള്ള കൗൺസിലർമാരുടെ ചേരിതിരിവിന് വേദിയായി. ദേശീയ പതാക ഉയർത്തിയ ശേഷം മേയറുടെ നേതൃത്വത്തിലുള്ള LDF കൗൺസിലർമാർ ദേശീയഗാനം ആലപിച്ച അതേ സമയത്ത് തന്നെ മറുവശത്ത് അണിനിരന്ന BJP കൗൺസിലർമാർ ഉറക്കെ വന്ദേമാതരം ചൊല്ലി പ്രതിഷേധിക്കുകയായിരുന്നു. മേയറും സംഘവും ദേശീയഗാനം പൂർത്തിയാക്കുന്നതിനൊപ്പമാണ് BJP അംഗങ്ങൾ വന്ദേമാതരം ആലപിച്ചത്. വന്ദേമാതരം ആലപിക്കുമെന്ന വിവരം മുൻകൂട്ടി മേയറെ അറിയിച്ചിരുന്നുവെന്ന് BJP കൗൺസിലർമാർ അവകാശപ്പെട്ടു. എന്നാൽ അത്തരമൊരു അറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലെന്ന് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ജയശ്രീ വ്യക്തമാക്കിയതോടുകൂടി തർക്കം രൂക്ഷമാവുകയായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടായ ഈ സംഭവം തദ്ദേശ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയ ഭിന്നത വീണ്ടും മറനീക്കി പുറത്തു വരികയാണ്. സംസ്ഥാനത്ത് വന്ദേമാതര ആലപനവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും രാഷ്ട്രീയ പോരും മുറുകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നമുക്ക് ഡൽഹിയിലേക്ക് അല്പസമയം പോകാം. ഡൽഹിയിൽ ഈ കോൺഗ്രസിന്റെ പരിപാടിക്കിടയിലും ചില നാടകീയ രംഗങ്ങൾ അരങ്ങേറിയിരുന്നു. സോണിയാഗാന്ധി കൈകൊണ്ട് ചില ആക്ഷനൊക്കെ കാണിച്ചിരുന്നു. അതിനൊരു പ്രത്യേകതര വിമർശനവുമായി ഇപ്പോൾ കോൺഗ്രസ് തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. കോൺഗ്രസ് ഭരണത്തിലുള്ള കർണാടകയിലെ ഹിമാചൽ പ്രദേശിലും കേന്ദ്ര നിർദ്ദേശം പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഗാനം മുഴുവനായി തന്നെ ആലപിച്ചു. എന്നാൽ UDF ഭരിക്കുന്ന കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുത്ത ചടങ്ങിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ടായിരുന്നില്ല. AICC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം അത് പുറത്തുനിർത്തിയ ഗായക സംഘം വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുകയുണ്ടായി. സാധാരണയായി ആദ്യ 2 ചരണങ്ങൾ മാത്രം പാടുന്നതാണ് കോൺഗ്രസിന്റെ പരമ്പരാഗത രീതി. ഗാനം നീണ്ടുപോയതോടുകൂടി വേദിയിലുണ്ടായിരുന്ന മുതിർന്ന നേതാവ് സോണിയാഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ഇടയിൽ കയറി ഇടപെടുന്നും പാട്ട് നിർത്താൻ ആംഗ്യം കാണിക്കാനും ശ്രമിച്ചെങ്കിലും ഗായകർ വന്ദേമാതരം മുഴുവനായി പാടിത്തീർക്കുകയായിരുന്നു. പാർലമെന്റിൽ വന്ദേമാതരം ബില്ല് വന്നപ്പോൾ അത് രാജ്യത്ത് കൂടുതൽ വിഭജനം സൃഷ്ടിക്കുമെന്ന് ആരോപിച്ച് ശക്തമായി എതിർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അതേസമയം കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും ഈ കർണാടകയിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കപ്പെട്ടു. ഷിംലയിൽ നടന്ന സംസ്ഥാനതല സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ഗാനം പൂർണ്ണമായി തന്നെയാണ് ആലപിച്ചത്. ദേശീയ ഐക്യം ഉയർത്തിപ്പിടിക്കുക
ഉപയോഗിക്കുന്നതിൽ ഔദ്യോഗിക പ്രോട്ടോകോൾ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഹിമാചൽ സർക്കാരിന്റെ വിശദീകരണം. കർണാടകയിൽ ബാംഗ്ലൂരിലെ ഫീൽഡ് മാർഷൽ മനേഷ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പതാക ഉയർത്തുന്നതിന് തൊട്ടു മുൻപ് വന്ദേ മാതരം മുഴുവനായി ആലപിച്ചു. സംസ്ഥാനത്ത് ഇതാദ്യമായല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. മുൻപ് ലോക്ഭവനിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിലും വന്ദേ മാതരം പൂർണ്ണമായി പാടിയിരുന്നു. എന്തായാലും അതിനുശേഷം പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും നൽകിയിരിക്കുന്ന സന്ദേശം എന്തൊക്കെയാണെന്ന് കേൾക്കാം. सभी देशवासियों से कहूंगा, समय हमारा है. मैं सभी देशवासियों से कहूंगा, समय हमारा है, अवसर हमारा है, संकल्प हमारा है. आइए सपनों को संकल्प बनाए, संकल्प को सामर्थ्य बनाए और सामर्थ्य को सफलता में बदल के रहे. आइए हर कदम को विकास का कदम बनाए, कदम से कदम मिलाए, मन से मन मिलाए, लक्ष्य से जुड़े रहे. एक दीप से जले दीप हजारों. आओ मिलकर विकसित भारत बनाए. इसी एक भावना के साथ इस मंगल पर्व पर आप सबको अनेक अनेक शुभकामनाएं. मेरे साथ बोलिए, भारत माता की. രാജ്യവും ലോകവും കേരളവും ഇന്ന് പ്രത്യേകമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. യുദ്ധവും എല്ലാം നഷ്ടപ്പെട്ടുള്ള പലായനങ്ങളും അനാഥത്വവും ഒരു വശത്ത്, സാമ്പത്തിക പ്രശ്നങ്ങളും കാലാവസ്ഥാ മാറ്റവും കാർഷിക പ്രതിസന്ധിയും മറുവശത്ത്. ജനാധിപത്യ അവകാശങ്ങളെ ചവിട്ടിമെതിക്കുന്നതും ആവർത്തിക്കുന്ന കഥയായി കഴിഞ്ഞു. ഏറ്റവും സൂക്ഷ്മമായി പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് ഭാവിയെ നോക്കിക്കണ്ട് പുതുതലമുറയെ ചേർത്തുപിടിച്ച് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ട സമയമാണിത്. നമ്മുടെ യുവത രാഷ്ട്രീയ ബോധ്യങ്ങൾ ഇല്ലാത്തവരല്ല. അവരെല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. തിരുത്തൽ ശക്തിയാകാനും ഭാവിയിൽ തെളിമയോടെ രാജ്യത്തെ നയിക്കാനുമുള്ള കരുത്ത് അവർക്കുണ്ട്. സമീപകാല സംഭവങ്ങൾ അതാണ് തെളിയിക്കുന്നത്. നമ്മുടെ യുവതയാണ് രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. എല്ലാവരെയും ചേർത്തുപിടിക്കുന്ന, നന്മ പ്രദാനം ചെയ്യുന്നതും പ്രകൃതിക്കും മനുഷ്യനും ഇണങ്ങുന്നതുമായ വികസനമാണ് നമ്മുടെ സ്വപ്നം. അനാവശ്യമായി പരസ്പരം പോരടിച്ചും മനുഷ്യരെ ഭയപ്പെടുത്തിയും അപകീർത്തിപ്പെടുത്തിയും ലഹരിക്കടിമപ്പെട്ടും വികസന വിരുദ്ധത ആയുധമാക്കിയും ഇനിയും നമുക്ക് മുന്നോട്ടു പോകാനാകില്ല. ആധുനികവും നീതിയുക്തവുമാകണം നമ്മുടെ കാഴ്ചപ്പാട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകമായ പരിഗണന ലഭിക്കണം. പുതുയുഗ കേരളം എന്നത് വെറും വാക്കല്ല, അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരാശയമാണ്.